Why do we mix metals to make alloys like stainless steel and duralumin? Hello students, welcome back. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. പ്യുവർ മെറ്റൽസ് നമ്മൾ ഡെയിലി ലൈഫിൽ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? മിക്കവാറും എല്ലാ മെറ്റൽസും അലോയ്സ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ അലോയ്സ്? രണ്ടോ അതിലധികമോ മെറ്റൽസ് മിക്സ് ചെയ്യുന്നതാണ് അലോയ്സ്. ചിലപ്പോൾ കാർബൺ പോലെയുള്ള നോൺ മെറ്റൽസും ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്? മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് നമ്മുടെ വീട്ടിലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയാണ് ഇതിലെ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ യൂട്ടൻസിൽസും ബ്ലേഡ്സും ഒക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അലോയാണ് അൽനിക്കോ. പേരുപോലെ തന്നെ അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയാണ് ഇതിലുള്ളത്. പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനാണ് അൽനിക്കോ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു അലോയ് നോക്കാം. അതാണ് ഡ്യൂറാലുമിൻ അഥവാ വിങ്ഡ് മെറ്റൽ. ഇതൊരു അലുമിനിയം അലോയാണ്. ഇതിൽ 95% അലുമിനിയമാണുള്ളത്. ബാക്കി കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് എന്നിവയാണ്. പ്യൂർ അലുമിനിയം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. എന്നാൽ ഈ മെറ്റൽസ് മിക്സ് ചെയ്യുമ്പോൾ അതിന് സ്റ്റീലിന്റെ അത്രയും സ്ട്രെങ്ത് കിട്ടും. അതുകൊണ്ടാണ് എയർക്രാഫ്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ ഡ്യൂറാലുമിൻ യൂസ് ചെയ്യുന്നത്. അലോയ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലേ? SSLC എക്സാമിന് അലോയ്സും അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും ഉറപ്പായും പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഏത് ടോപ്പിക്കാണ് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.